एक बस तू ही नहीं മുജ്സെ ഖഫാ ഹോ ബൈഠ. നീ ഒരാൾ മാത്രമല്ല കേട്ടോ എന്നോട് ഇങ്ങനെ ദേഷ്യത്തിലായിട്ടുള്ളത്, ഇങ്ങനെ വിരോധത്തിലായിട്ടുള്ളത്. मैंने जो संग तराशा था वो खुदा हो बैठा. ഞാനൊരു ശില്പം കൊത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ ശില്പം ഒടുവിൽ വളർന്ന് എന്നെ കണ്ടാൽ മനസ്സിലാകാത്ത, എന്നെ പരിഗണിക്കാൻ സാധിക്കാത്ത അത്ര വലിയ ഉന്നതിയിലേക്ക് വളർന്ന് അതൊരു ദൈവമായി മാറിയിരുന്നു. ഇവിടെ ദൈവം എന്നുള്ള രൂപകത്തെ ഉപയോഗിച്ചിട്ടുള്ളത് അകൽച്ചയെ സൂചിപ്പിക്കാൻ വേണ്ടി, തനിക്ക് അപ്രാപ്യമായ, തനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് തൻ്റെ കയ്യിൽ നിന്ന് ഉരുവപ്പെട്ടു വന്ന ആൾ വളർന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ആ രൂപകം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. തൻ്റെ പ്രണയിയെ അത്ര മനോഹരിയായി കൊത്തിവെച്ചിട്ടുള്ളത് തൻ്റെ മനസ്സിലാണ്. ഒരു ശില്പം കണക്ക് കൊത്തിയെടുത്ത് വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ അവളുടെ രൂപം, തൻ്റെ മനസ്സിൽ. തൻ്റെ കണ്ണിൽ കാണുന്നത് പോലെ ആകില്ല മറ്റൊരാൾ തൻ്റെ ഇണയെ കാണുന്നത് എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. ഒരു പ്രണയിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ അവർ സങ്കല്പിച്ചു വെച്ചിട്ടുള്ള ഒരു രൂപമുണ്ട്. ആ രൂപത്തെക്കാൾ സുന്ദരിയായി, സുന്ദരനായി മറ്റേതൊരാളെയും അവർക്ക് പരിഗണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ആ പ്രണയത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ കവി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു ശില്പത്തെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു, ആ കൊത്തിവെച്ച ശില്പം എന്നെ വിട്ടകന്ന് ദൈവമായി മാറിയിട്ടുണ്ട്. അതുപോലെയാണ് നീയും. നീ ഒരാൾ മാത്രമല്ല എന്നോട് ഇങ്ങനെ ദേഷ്യത്തിലായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഈ ഗസലിൻ്റെ മത്തലയിൽ പറഞ്ഞു വെക്കുന്നത്.